ഒരു എന്താ ലൈംലൈറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം തന്നതുകൊണ്ടാണ് പുള്ളിയുടെ മറ്റു സ്ഥലങ്ങൾ വിറ്റുപോയി എന്നൊരു പ്രചരണമുണ്ട്. അങ്ങനുണ്ടോ? അല്ല, അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് പുള്ളി സെയിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പൊ സുധിച്ചേട്ടന് സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞത് മാർക്കറ്റിംഗ് ചെയ്ത് ഇഷ്ടമുള്ളവരല്ലേ സ്ഥലം മേടിക്കത്തുള്ളൂ. ഇപ്പൊ സുധിച്ചേട്ടൻ അവിടെ സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അവരാരും വന്ന് മേടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടോണ്ട് അവർ വില പറഞ്ഞു. നമസ്കാരം. കൊല്ലം സുധി പോകുന്ന സമയത്ത് രേണുവിനും മക്കൾക്കും സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല. അവര് വാടക വീട്ടിലായിരുന്നു താമസിച്ചത്. അന്ന് ഒരുപാട് ആൾക്കാർക്ക് രേണുവിനെ മക്കളെയും ഓർത്ത് സഹതാപം ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി നല്ല മനസ്സുകളുടെ സഹായം കൊണ്ട് അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വെച്ച് കിട്ടി. അങ്ങനെയാണ് പിന്നീട് അവർ ആ സ്വന്തം വീട്ടിലേക്ക് മാറുന്നത്. അന്ന് ആ വീട് വെക്കാൻ സ്ഥലം വിട്ടുകൊടുത്തത് ഒരു പള്ളിയിലച്ഛനായിരുന്നു. നോബൽ ഫിലിപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹമാണ് നോബൽ ഫിലിപ്പ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ടാണ് 7 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടുന്നത്. ആ മക്കളുടെ രണ്ടുപേരുടെ പേരിലാണ് ഇദ്ദേഹം ആ സ്ഥലം എഴുതി നൽകുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ആ സ്ഥലം നൽകിയതിന്റെ പേരിൽ ഇദ്ദേഹം ഒരുപാട് കളിയാക്കലുകൾ നേരിടുന്നുണ്ട്. ഇദ്ദേഹത്തിന് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം മനഃപൂർവ്വം മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ആ സ്ഥലം ഇവർക്ക് ഫ്രീ ആയിട്ട് നൽകിയത് എന്ന് പലരും പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. നാട്ടുകാരുടെ കയ്യിൽ നിന്നും വീട്ടുകാരുടെ കയ്യിൽ നിന്നുമൊക്കെ ഇദ്ദേഹത്തിന് ഇപ്പം നല്ല രീതിയിലുള്ള പരിഹാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വിഷമം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം വിഷമത്തോടെ അതുൽ വ്ലോഗ്സിനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഓഡിയോ ആദ്യം ഒന്ന് കേട്ടു നോക്കാം. എനിക്ക് ഇവരുടെ ഈ വസ്തു ഞാൻ കൊടുത്തിട്ട് ഒരുപാട് മനപ്രയാസമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പലരും എന്നെ വളരെയധികം പയ്യം ചോദ്യം ചോദിക്കുന്ന കേട്ടു. ഫാദറിന്റെ വസ്തു വിൽക്കാതെ കിടക്കുകയായിരുന്നു, നിങ്ങളെ മുഖ്യധാരയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു. അങ്ങനെ ഇത്രയധികം കാര്യങ്ങൾ എനിക്ക് പൊതുസമൂഹത്തോടൊന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. അതായത് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കലയെപ്പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് കുറെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ എനിക്ക് ധാരാളമായിട്ടുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു, എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത, ഒരു സെന്റ് വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് 4 ലക്ഷം രൂപ വില മതിക്കുന്ന 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത്. അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അതേപോലെ തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്തേ. ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന, മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഏറ്റവും നല്ല ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഒരു 7 സെന്റ് സ്ഥലം ഈ 2 മക്കൾക്ക് നൽകിയത്. ഒരു പാവ സ്ത്രീ, അവര് ചെറിയ പ്രായത്തിൽ തന്നെ വിധവയായി. അവർക്ക് 2 മക്കളാണുള്ളത്. അവർക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല, സ്വന്തമായിട്ടൊരു വീടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യം കേൾക്കുമ്പോൾ പലർക്കും വിഷമം വരും. ആ സഹതാപത്തില് പല ആൾക്കാരും സഹായം ചെയ്യും. ഇദ്ദേഹവും ആ സഹതാപം ആലോചിച്ചിട്ടാണ് ഇവർക്ക് സഹായം ചെയ്തത്. അപ്പോൾ ആ സഹായത്തെ വില കുറച്ച് കാണാനും കുറെ നികൃഷ്ട ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ റൂമേഴ്സ് ഒക്കെ പറഞ്ഞു പരത്തുന്നത് ആരാണെന്ന് അറിയാമോ? കുറെ ഓൺലൈൻ മീഡിയാസ് ആണ്. ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിച്ചല്ലോ, ആ വീഡിയോയിൽ ഈ കാര്യമാണ് അയാൾ രേണുവിനോട് ചോദിക്കുന്നത്. ഇത്തരം ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ പുറകെ നടക്കുകയാണ്. എന്നിട്ട് രേണുവിന്റെ പുറകെ നടന്ന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് ഓരോ റൂമേഴ്സ് അങ്ങ് സ്പ്രെഡ് ചെയ്യും. അപ്പം നല്ല കാര്യം ചെയ്ത ഒരു മനുഷ്യനെ പറ്റി ഇതുപോലൊരു റൂമർ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താകും? ഇവരെ ഓർത്ത് ഇവർക്ക് നല്ലത് വന്നോട്ടെ, 2 ചെറിയ പിള്ളേരാണല്ലോ, അവർക്ക് നല്ലൊരു സ്ഥലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത്, ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു കരുണ കൊണ്ട് അദ്ദേഹം കൊടുത്ത സ്ഥലം അതിപ്പോ അദ്ദേഹത്തിന് പാരയായിട്ട് മാറിയേക്കാണ്. ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ചോദ്യം ചെയ്യുകയുണ്ടായി, നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈം ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു, അദ്ദേഹം നിങ്ങളെ വെച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കി എന്നൊക്കെ. എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ പ്രവർത്തകൻ ഈ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നു. പക്ഷെ അവരതിന് തക്കതായ ഉത്തരം കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. വസ്തു വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ ഇവിടെ വരാറില്ല. അപ്പൊ ഇത്യാദി പല കാര്യങ്ങള് എന്നെ മനോവേദനപ്പെടുത്തിക്കൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം എനിക്ക്
യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല. എനിക്ക് ഡിസ്അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല. ഈ കോള് റെക്കോർഡ് ചെയ്യണം. കാരണം ഞാൻ കൊടുത്തുവെന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ്. എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ, എനിക്ക് അവകാശപ്പെട്ട എന്റെ പേരിൽ സർവ്വസ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുന്ന കുടുംബസ്വത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ 2 അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് പല വ്യക്തികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തനായിട്ട് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു. മാധ്യമപ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവനുസരിച്ച് നിങ്ങൾ ചെയ്യും. പൊതുസമൂഹത്തെ ഇത് അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ കാരണം ഞാൻ ചെയ്തത് എനിക്കൊരു പേര് കിട്ടാൻ വേണ്ടിട്ടോ, ഇദ്ദേഹത്തിന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് ഇത് കൊടുത്തെന്നോർത്തോണ്ട് എനിക്ക് എന്തോ വലിയ നേട്ടം എന്ത് നേട്ടം എനിക്കുണ്ടാകേണ്ടി? എന്ത് നേട്ടം? ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്ഥലം നമ്മൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങിക്കുന്നത്. നമ്മൾ കണ്ണു അടച്ച് ആർക്കെങ്കിലും സഹായം ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ രേണുവിന് അദ്ദേഹം സ്ഥലം കൊടുത്തു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്ഥലമൊന്നും ആരും പോയി കണ്ണു അടച്ച് വാങ്ങിക്കത്തില്ല. നമ്മൾ വീട് വെക്കാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിക്കുന്നത്. അപ്പൊ ആ സ്ഥലം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല എന്നുണ്ടെങ്കിൽ ആരും ആ സ്ഥലം വാങ്ങിക്കത്തില്ല, അദ്ദേഹത്തിന് വിൽക്കാൻ സാധിക്കത്തില്ല. രേണുവിന് സ്ഥലം കൊടുത്തു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചീത്തയായിട്ടുള്ള സ്ഥലമൊന്നും ആരും വാങ്ങിച്ചുകൊണ്ട് പോകത്തില്ല. 7 സെന്റ് സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ കയ്യിൽ കിട്ടേണ്ട സ്ഥലമാണ്. അപ്പൊ നല്ല ഒന്നാന്തരം ആ സ്ഥലം വിട്ടുകൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടമാണ് സംഭവിക്കുന്നത്. പക്ഷെ അദ്ദേഹം ആ നഷ്ടമൊന്നും നോക്കിയില്ല. ആ കുട്ടികൾക്കൊരു വീടായിക്കോട്ടെ എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് അദ്ദേഹം ആ സ്ഥലം കൊടുത്തത്. ആ നല്ല മനസ്സിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം അദ്ദേഹത്തിനെതിരെ റൂമേഴ്സ് പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് പല നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള ആൾക്കാരും ഇപ്പൊ സമൂഹത്തിറങ്ങി ആരെയും സഹായിക്കാത്തത്. ആരെയെങ്കിലും സഹായിക്കാൻ ആരെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടികൾ മാത്രമേ കിട്ടത്തുള്ളൂ. ഇങ്ങനെയാണ് ഈ സമൂഹം. ഒട്ടും നന്ദിയില്ലാത്ത ആൾക്കാരാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. ഇങ്ങനെ ചാരിറ്റിയുമായിട്ട് ഇറങ്ങുന്ന ആൾക്കാർക്കൊക്കെ എതിരെ ഒരുപാട് റൂമേഴ്സ് അങ്ങ് പടച്ചുവിടും. ഈ റൂമേഴ്സ് പടച്ചുവിടുന്നത് മെയിനായിട്ട് ശത്രുക്കളായിരിക്കും. ഈ റൂമേഴ്സ് കുറെ ഓൺലൈൻ മീഡിയാസ് അങ്ങ് ഏറ്റെടുക്കും. എന്നിട്ട് ഇതേപോലെയുള്ള ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ ഇത്തരം റൂമേഴ്സ് അങ്ങ് പരത്തും. അങ്ങനെ അവസാനം ഈ നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള വ്യക്തികൾക്ക് ഇതുപോലെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പം ഈ അച്ഛന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പ്രശ്നം നേരിടുന്നു, അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് പ്രശ്നം നേരിടുന്നു. എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടൊരു അവസ്ഥയാണ്. 2 കുട്ടികൾക്ക് വീടായിക്കോട്ടെ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം കൊടുത്ത 7 സെന്റ് സ്ഥലത്തിന്റെ പേരിൽ അദ്ദേഹം ഇപ്പൊ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം 7 സെന്റ് സ്ഥലം ആർക്കെങ്കിലും ദാനം കൊടുത്തു എന്നതിന്റെ പേരിലൊന്നും ആരും വന്ന് സ്ഥലം വാങ്ങിക്കത്തില്ല. വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ അദ്ദേഹത്തിന്റെ സ്ഥലം കണ്ട് ആ സ്ഥലം അവർക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ വാങ്ങിക്കത്തുള്ളൂ. ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള റൂമേഴ്സ് ആർക്കെതിരെയും പടച്ചു വിടാതിരിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ചില ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, ഇന്റർവ്യൂവും കൊണ്ട് നടക്കുന്ന കുറെ ഓൺലൈൻ മീഡിയാസ്. അവരുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് ഒരു ബ്രേക്കും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഒരു രീതിയിലും അർത്ഥമില്ലാത്ത കാര്യങ്ങളായിരിക്കും അവരുടെ വായിൽ നിന്ന് വരുന്നത്. അവർക്ക് എങ്ങൊന്നും കേട്ടുകേൾവി പോലും ഉണ്ടാകത്തില്ല. ചുമ്മാ അങ്ങ് പടച്ചു വിടുവാണ്. വ്യൂസിന് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും അനാവശ്യമായിട്ട് പടച്ചു വിടുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ അതിനെ അങ്ങ് ഏറ്റുപിടിക്കും. എന്നിട്ട് പിന്നെ അതിങ്ങനെ പറഞ്ഞു വരുത്തി ഇതുപോലെയുള്ള നല്ല ആൾക്കാർക്ക് അത് വിനയായിട്ട് മാറുകയും ചെയ്യും. ഇവിടെ ആ പള്ളിയിലച്ചൻ ഡയറക്റ്റ് ആയിട്ട് ഒരു യൂട്യൂബറെ കോണ്ടാക്ട് ചെയ്ത് ആ യൂട്യൂബറോട് ഇങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രയും മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടാകും, അദ്ദേഹത്തിന് അത്രയും മനപ്രയാസം നേരിട്ടിട്ടുണ്ടാകും. ആ മനപ്രയാസം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. ആൾക്കാർ കേൾക്കണം, തൻ്റെ ഭാഗം എന്താണ് എന്നുള്ളത് മറ്റുള്ളവർ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അല്ലാതെ അദ്ദേഹത്തിന് വിളിച്ചു കൂവി ആൾക്കാരെ കേൾപ്പിക്കാനൊന്നും ആയിരിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ ചെയ്യാമല്ലോ. ഞാനാണ് ഈ സ്ഥലം കൊടുത്ത ഫാദർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റീച്ച് നേടിയെടുക്കാമായിരുന്നു. ഒത്തിരി മാധ്യമങ്ങളുടെ മുമ്പിൽ പോകാമായിരുന്നു, വാർത്താ സമ്മേളനം വിളിച്ച് ഇത് കൂട്ടാമായിരുന്നു. അതൊന്നും അദ്ദേഹം ചെയ്തില്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹം രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിനെതിരെ കുറെ റൂമേഴ്സ് വരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരുപാട് മനപ്രയാസം ഉണ്ടാകുന്നു, നാണക്കേടുണ്ടാകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്. ഇപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ കുറെ എണ്ണം വരും. കൊടുത്തിട്ട് അതിനെ പറ്റിയിട്ട് കണക്ക് പറയുന്നു, കൊടുത്തിട്ട് അതിനെ പറ്റിയിട്ട് വിഷമം പറയുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം വിഷമം പറയുന്നത്? അതും കൂടി ആലോചിക്കണം. സ്വന്തം കയ്യിലിരുന്ന പൈസ കൊടുത്ത് ഇല്ല കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ഥലം, നല്ല വില കിട്ടേണ്ട സ്ഥലം, അത് അദ്ദേഹം ഫ്രീ ആയിട്ട് ദാനം കൊടുത്തു.
ആ ദാനം കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹം ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മാനസിക വിഷമം, മാനസിക പ്രശ്നം. ഇത് എവിടുത്തെ നിയമമാണ്? നമ്മുടെ നാട്ടിലെ കാണത്തുള്ളൂ ഇങ്ങനെ ദാനം കൊടുക്കുന്നവരെ വേട്ടയാടുന്നൊരു സമ്പ്രദായം. അതിന് ഒന്നാമത്തെ കാരണം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയാസ് ആണ്. അവരാണ് ഇത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള അർത്ഥവുമില്ലാത്ത റൂമേഴ്സ് പടച്ചു വിടുന്നത്, അവർക്ക് വൈറലാകാൻ വേണ്ടിയിട്ട്, അവർക്ക് വ്യൂസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരം റൂമേഴ്സ് നമ്മൾ സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാം. അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് സ്പ്രെഡ് ചെയ്യുക. ആരും രംഗത്ത് വന്നിട്ടില്ല ഇദ്ദേഹം പബ്ലിസിറ്റി നടത്തി, ഇദ്ദേഹം മാർക്കറ്റിംഗ് നടത്തി എന്ന് പറഞ്ഞ് ആരും രംഗത്ത് വന്നിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണാവോ ഇങ്ങനൊരു റൂമർ അദ്ദേഹത്തിനെതിരെ പടച്ചുവിട്ടത്? ഈ പടച്ചുവിട്ടവർക്ക് ബോധമില്ലേ? സ്ഥലമൊക്കെ ആരെങ്കിലും ഇതിന്റെ പേരിൽ പോയി വാങ്ങിക്കുവോ? ഒരു പബ്ലിസിറ്റി കിട്ടി എന്നതിന്റെ പേരിൽ സ്ഥലമൊന്നും പോയി വാങ്ങിക്കത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക.